ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രാധികയെ അടുക്കളയിൽ കിടത്തിയിരിക്കുന്നത് കണ്ട് മുത്തശ്ശി പ്രിയങ്കയെ ചോദ്യം ചെയ്യുന്നു. അടുക്കളയിലെ നിലത്ത് പാവിരിച്ചാണോ ചേച്ചിയായ രാധികയെ കിടത്തേണ്ടതെന്ന മുത്തശ്ശിയുടെ ചോദ്യം കേട്ട് പ്രിയങ്ക പറഞ്ഞു, അത് പിന്നെ ചെറിയമ്മയ്ക്ക് ഞാൻ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞതുകൊണ്ട് ദേഷ്യം തോന്നുകയോ വിഷമാവുകയോ ചെയ്താലെന്ന് വിചാരിച്ചാണ് ഞാനൊന്നും പറയാതിരുന്നതെന്ന്. അത് കേട്ടതും ഉടനെ തന്നെ വരുൺ ചോദിച്ചു, അല്ല, ആറ്റുവാശ്ശേരിയിൽ നിന്ന് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നമ്മുടെ ക്ഷണമനുസരിച്ച് വന്ന രാധികയെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്താൽ ആറ്റുവാശ്ശേരിയിൽ ചെന്ന് തിരികെ പറയുമ്പോൾ നമ്മുടെ കണിമംഗലത്തുള്ളവർക്കല്ലേ അതിന് നാണക്കേട് എന്ന വരുണിന്റെ ചോദ്യം കേട്ട് മുത്തശ്ശി പറഞ്ഞു, എന്തായാലും ഉടൻ തന്നെ രാധികയെ ഗസ്റ്റ് റൂമിൽ കൊണ്ടുപോയി കിടത്തണം എന്നറിയിച്ചു. അത് കേട്ടതും പ്രിയങ്ക പറഞ്ഞു, അതിനെന്താ മുത്തശ്ശി, നാളെ തന്നെ ചേച്ചി ഞാനവിടെ കിടത്തിക്കോളാം, നീ ചേച്ചിയോട് നാളെ അവിടെ കിടന്നോളാം ഞാൻ പറയാം എന്ന് പറഞ്ഞപ്പോൾ, രാധികയെ നാളത്തേക്കല്ല, ഇപ്പൊ തന്നെ വേണം രാധികയെ അവിടെ കൊണ്ടുപോയി കിടത്താൻ. അതുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷം തന്നെ ആ ഗസ്റ്റ് റൂം രാധികയ്ക്ക് വേണ്ടി റെഡിയാക്കാൻ പറഞ്ഞ് പ്രിയങ്കയെ മുത്തശ്ശി പറഞ്ഞയക്കുന്നു. പ്രിയങ്ക മുത്തശ്ശി പറഞ്ഞത് കേട്ട് മനസ്സോടെ നേരെ ഗസ്റ്റ് റൂമിലേക്ക് ചെന്ന് വിരിയും പില്ലോ കവറും എല്ലാം മാറ്റി. അപ്പോഴേക്കും മുത്തശ്ശി രാധികയും വിളിച്ചുകൊണ്ട് നേരെ റൂമിലേക്ക് എത്തി. രാധിക പറഞ്ഞു, അയ്യോ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം പ്രിയങ്ക, നീ ചെയ്യണ്ട എന്ന് പറഞ്ഞ് പ്രിയങ്കയോട് അതൊക്കെ താൻ ചെയ്യാമെന്ന് രാധിക അറിയിക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു, അതൊന്നും സാരയില്ല, അത് പ്രിയങ്ക തന്നെ ചെയ്തോളും, മോള് ഇവിടുത്തെ അതിഥിയാണ്, അതുകൊണ്ട് ഇവിടെ തന്നെ കഴിയണം, അല്ലാതെ മോളെ കിടത്തിയ ആ സ്ഥലമല്ല മോളുടെ കിടപ്പുമുറി എന്ന് പറഞ്ഞ് മുത്തശ്ശി രാധികയുടെ ആ റൂമിൽ കിടക്കാൻ പറയുന്നു. മുത്തശ്ശി പറഞ്ഞെല്ലാം കേട്ട് രാധിക, അയ്യോ, അതിൻ്റെ ആവശ്യമില്ല മുത്തശ്ശി, എനിക്കിതൊക്കെ ശീലമാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ രാധിക പറയുമ്പോൾ എല്ലാം കേട്ട് മുത്തശ്ശി പറഞ്ഞു, അത് പറ്റില്ല, മോൾ ഇവിടുന്ന് പോകുന്നത് വരെ മോൾ ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതി എന്ന് നിർബന്ധപൂർവ്വം രാധികയോട് അവിടെ കിടക്കാനായി മുത്തശ്ശി പറഞ്ഞു. അപ്പോഴേക്കും അവിടേക്ക് വരുണും എത്തുന്നു. വരുൺ വന്ന് നോക്കുമ്പോൾ രാധികയെ മുത്തശ്ശി ആ റൂമിൽ കൊണ്ടുവന്ന് കിടത്തിയതിൻ്റെ സന്തോഷം വരുണിൻ്റെ മുഖത്ത് തെളിഞ്ഞു. വരുൺ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രാധിക വരുണിനെ ഒന്ന് അല്പം രൂക്ഷമായിട്ട് നോക്കുന്നു. അതിനുശേഷം പ്രിയങ്ക പറഞ്ഞു, എന്തായാലും ചേച്ചി ഇവിടെ തന്നെ കിടന്നാൽ മതി, എനിക്ക് ഇതിൽ സന്തോഷമേ ഉള്ളൂ, ചേച്ചിക്ക് നല്ല സൗകര്യങ്ങൾ ഒരുക്കുക എന്നാണ് എൻ്റെ ആഗ്രഹം, ചേച്ചി അവിടെ കിടക്കുന്നവരും ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി ഉടനെ വരുൺ പറഞ്ഞു, അതെ, പ്രിയങ്ക അറിഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം തന്നെ രാധികയെ അവിടുന്ന് മാറ്റുമായിരുന്നല്ലോ അല്ലേ പ്രിയങ്ക എന്ന് വരുൺ പ്രിയങ്കയെ കളിയാക്കും പോലെ സംസാരിക്കുന്നു. അതിനുശേഷം രാധികയ്ക്ക് ബെഡെല്ലാം വിരിച്ചു കഴിഞ്ഞതും പ്രിയങ്ക പോകാൻ തുടങ്ങിയപ്പോൾ മുത്തശ്ശി പറഞ്ഞു, പ്രിയങ്കയെ രാധികയ്ക്കുള്ള വെള്ളം കൂടി എടുത്തുകൊണ്ട് പോവാ, കുടിക്കാനായിട്ട് രാത്രിയിൽ വെള്ളം കുടിക്കണമല്ലോ, അതിനുവേണ്ടി രാത്രിയിലത്തേക്കുള്ള വെള്ളവും കൊണ്ടുപോവാ, പിന്നെ എന്താ മോള് വല്ലതും കഴിക്കുമോ, വൈകിട്ട് എന്തെങ്കിലും ബ്രെഡോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്ന ശീലമുണ്ടോ എന്ന് ചോദിച്ചതും രാധിക കിടന്നു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഞാൻ ഉറങ്ങിപ്പോകും, പ്രാർത്ഥിച്ച് കിടന്നാൽ പെട്ടെന്ന് ഞാൻ ഉറങ്ങും എന്ന് രാധിക അറിയിച്ചു. പ്രിയങ്ക അപ്പോഴേക്കും കുടിക്കാനുള്ള വെള്ളവും അവിടെ കൊണ്ടുചെന്ന് വെച്ചു. അതിനുശേഷം പ്രിയങ്കയും അവിടുന്ന് പോയി കഴിയുമ്പോൾ, ഞാൻ പോവാ ചേച്ചി, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് പ്രിയങ്ക റൂമിലേക്ക് പോയുമ്പോൾ മുത്തശ്ശിയും വരുണും മാത്രം വന്നു. ഉടനെ മുത്തശ്ശിയോട് വരുൺ പറഞ്ഞു, മുത്തശ്ശി രാധികയോട് കുറച്ചു നേരം കൂടി മുത്തശ്ശി സംസാരിച്ചുകൊണ്ടിരുന്നു, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ, അത് സാരയില്ല, നീ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് പ്രിയങ്കയുടെ പിന്നാലെ മുത്തശ്ശി ഇറങ്ങുകയും വരുണോട് വരാനായി പറഞ്ഞ് മുത്തശ്ശി മുന്നോട്ട് പോന്നു. വരുൺ ഈ തക്കത്തിന് രാധികയുടെ അരികിലേക്ക് ചെന്ന്, രാധികയെ നാളെ കാണാട്ടോ എന്ന് പറയുമ്പോൾ രാധിക ആകെ ഞെട്ടലോടെ നോക്കി. മുത്തശ്ശി പിന്നാലെ വന്ന് ഇങ്ങോട്ട് വാട ചെറുക്ക എന്ന് പറഞ്ഞ് രാധികയുടെ അരികിൽ നിന്ന് വരുണിനെ വിളിച്ചുകൊണ്ട് പോന്നു. പ്രിയങ്ക റൂമിലേക്ക് എത്തി ആകെ കലിയോടെ അവിടെ നിന്ന് മാഗസിൻസ് ഒക്കെ വലിച്ചെറിഞ്ഞു. എന്നിട്ട് ആ മാഗസിൻസ് നിലത്തേക്ക് ചെന്ന് വീഴുമ്പോൾ അതിലുണ്ടായിരുന്ന ഒരു ബോളിവുഡ് നായികയുടെ ഒരു ചിത്രം കണ്ടു. അത് കണ്ടത് പ്രിയങ്ക വേഗം അവരുടെ ഫോട്ടോ കയ്യിലിട്ടു. നിങ്ങളൊക്കെയാണ് എൻ്റെ റോൾ മോഡൽസ്, ആൺകുട്ടികളെ നിങ്ങളുടെ പിന്നാലെ ഇങ്ങനെ നിർത്തുന്നതിൻ്റെ രഹസ്യം എന്താണ് എന്നൊക്കെ ആ ഫോട്ടോയിൽ നോക്കി ചോദിച്ചുകൊണ്ട് പ്രിയങ്ക അങ്ങനെ നിന്നു. അതിനുശേഷം പ്രിയങ്ക വേഗം കബോർഡ് തുറന്ന് അതിൽ നിന്ന് ഒരു സാരി എടുത്തു. എൻ്റെ അരികിൽ നിന്ന് അകന്നു പോകാനല്ലേ വരുൺ ശ്രമിക്കുന്നത്, എന്നാൽ വരുണിനെ എൻ്റെ അരികിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ കബോർഡ് തുറന്ന് അതിലുണ്ടായിരുന്ന ഒരു സാരി കയ്യിലെടുത്തു. ആ സാരിയുമായി പ്രിയങ്ക തൻ്റെ വേഷം മാറാനായിട്ട് പോകുന്നു. അതിനുശേഷം കാണുന്നത് വരുൺ തനിച്ച് നിലാവത്ത് അങ്ങനെ വെളിയിലിരിക്കുകയും രാധികയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഓർത്തുകൊണ്ട് രാധിക തനിച്ച് ആ റൂമിൽ കിടന്നതും രാധികയെ നിലത്ത് കൊണ്ടു ചെന്ന് കിടത്തിയതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർത്ത് വിഷമത്തോടെ വരുൺ രാധികയുടെ ആ പേടിയും ഭയവും ഒക്കെ മാറ്റിയെടുക്കണം. എൻ്റെ പെണ്ണാണവൾ, അവൾക്ക് ഞാൻ സുരക്ഷിതത്വം നൽകുന്നതിനേക്കാൾ മറ്റൊരു സുരക്ഷിതത്വം മറ്റെവിടെയാണ് എന്നൊക്കെ വരുൺ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയങ്ക അവിടേക്ക് എത്തുന്നു. വരുൺ ഇവിടുന്ന് തനിച്ചിരുന്ന് നിലാവ് കാണുകയാണോ എന്ന് ചോദിച്ചതും അതേ എന്ന് വരുൺ മറുപടി നൽകി. രാധിക അരികിലേക്ക് വന്ന പ്രിയങ്കയുടെ വേഷവും ആകെയുള്ള ആ രൂപമൊക്കെ കണ്ടപ്പോൾ വരുൺ
പ്രിയങ്കയെ നോക്കി. ഉടനെ പ്രിയങ്ക അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, എനിക്കും ഇഷ്ടമാണ് വരുൺ ഇങ്ങനെ തനിച്ച് നിലാവത്തിരിക്കുന്നത്, അതും തനിക്ക് പ്രിയപ്പെട്ട ആളുകളുടെ കണ്ണിലേക്ക് നോക്കി. വരുണിനെ ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ പ്രിയങ്ക അറിയിച്ചു. ഇതെല്ലാം കേട്ടതും വരുൺ പറഞ്ഞു, അതെ അതൊക്കെ കൊള്ളാം, ഇപ്പോൾ ഈ പറഞ്ഞതിനൊക്കെ എത്രയാ കൂലി, അതുകൂടി പറ. നീ പറഞ്ഞ് അഭിനയിക്കുന്നതിനൊക്കെ കൂലി എത്രയാണെന്നറിഞ്ഞാൽ എനിക്കത് നേരത്തെ അറേഞ്ച് ചെയ്യാമല്ലോ എന്ന് വരുൺ അറിയിച്ചു. അത് കേട്ടതും പ്രിയങ്ക പറഞ്ഞു, അല്ല വരുൺ, ഇത് ഞാൻ അങ്ങനെ വരുണിനോട് പറയുന്ന ആത്മാർത്ഥമായിട്ട് തന്നെയാണ് വരുൺ എന്ന് പറഞ്ഞ് വാ വരുൺ എന്ന് വിളിച്ച് പ്രിയങ്ക വരുണിൻ്റെ കയ്യിൽ കടന്നു പിടിക്കുന്നു. വരുണിൻ്റെ കയ്യിലേക്ക് പിടിച്ചതും വരുൺ ആ നിമിഷം പ്രിയങ്കയുടെ കർണത്തടിച്ചു. വിടറി, നിന്നോട് വിടാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ച് പ്രിയങ്കയുടെ കർണം പോയതിനു ശേഷം വരുൺ പറഞ്ഞു, എൻ്റെ മനസ്സും ശരീരവും ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുന്നതാണ്. അതിൽ നിന്നെപ്പോലെയുള്ള ഒരു അസുര ജന്മത്തിന്, നിന്നെപ്പോലെയുള്ള ഒരു വൃത്തികെട്ട ജന്മത്തിന് അതിൽ സ്പർശിക്കാൻ പോലും യോഗ്യതയില്ല എന്ന് പറഞ്ഞ് വരുൺ അവിടെ നിന്ന് പ്രിയങ്കയോട് പോകാൻ അറിയിച്ചു. പ്രിയങ്ക പറഞ്ഞു, വരുൺ, ഞാൻ വരുണിനെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്, ഇതൊക്കെ എൻ്റെ അവകാശമാണല്ലോ എന്ന് പറഞ്ഞ് പ്രിയങ്ക വരുണിനോട് സംസാരിക്കുമ്പോൾ വരുൺ അതൊന്നും കേട്ടില്ല എന്ന ഭാവത്തിൽ അങ്ങനെ നിൽക്കുന്ന നേരത്തെ രാധിക തൻ്റെ റൂമിൻ്റെ ആ ജനലിലൂടെ ആ കാഴ്ച കണ്ടു. ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ല, അത് പ്രിയങ്കയ്ക്ക് തന്നെയാണ് ആപത്തുണ്ടാക്കുന്നത്. ഞാനിവിടെ നിൽക്കും തോറും വരുണിന് പ്രിയങ്കയോട് അടുക്കുവാനുള്ള, പ്രിയങ്കയെ സ്നേഹിക്കുവാനുള്ള താല്പര്യമില്ലാതാകും. വരുൺ പ്രിയങ്കയിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എത്രയും വേഗം ഇവിടെ നിന്ന് പോയേ തീരൂ എന്ന് രാധിക തീരുമാനിച്ചു. ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് രാധിക മനസ്സിലുറപ്പിച്ചു. അങ്ങനെ രാധിക രാത്രി തന്നെ ആ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറെടുത്തു. അങ്ങനെ നേരെ ഹാളിലേക്ക് രാധിക എത്തിയതും പെട്ടെന്ന് ആരോ ലൈറ്റ് ഇട്ടതുപോലെ രാധിക ഞെട്ടി. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ രാധികയുടെ അരികിലേക്ക് മുത്തശ്ശി എത്തുന്നു. മുത്തശ്ശി വന്ന് രാധികയോട് ചോദിച്ചു, എന്തു പറ്റി, എന്താ മോളെവിടെ പോവാ എന്ന് അന്വേഷിച്ചു. രാധിക പറഞ്ഞു, ഞാൻ അച്ഛനെയും അമ്മയും ഓർത്തുപോയി, എനിക്ക് അവരുടെ അരികിലേക്ക് പോകണം. ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നു, അതുകൊണ്ട് എനിക്ക് അച്ഛനെ അമ്മയും കാണണം എന്ന് രാധിക ആവശ്യപ്പെട്ടു. ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, എനിക്കറിയാം അച്ഛനോടും അമ്മയോടുമുള്ള മോളുടെ സ്നേഹവും കരുതലും അത് എത്രത്തോളമാണെന്ന് എനിക്കറിയാം. എങ്കിലും മോള് ഈ രാത്രിയിൽ തന്നെ ഇങ്ങനെ പോകണമെന്ന് പറയുമ്പോൾ അതിവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് അവർക്ക് തോന്നില്ലേ? അതുകൊണ്ട് നാളെ ആവട്ടെ, മോളെ നാളെ തന്നെ ഞാൻ കൊണ്ടുപോയി വിടാം എന്ന് പറഞ്ഞ് രാധികയെ മുത്തശ്ശി സമാധാനപ്പെടുത്തുന്നു. ഈ മുത്തശ്ശിയെ മോൾക്ക് അന്യയാണോ? മോൾ ഈ വീട്ടിൽ നിൽക്കേണ്ടവളാണെന്ന് മുത്തശ്ശിക്ക് തോന്നിയത് കൊണ്ടാണ് മുത്തശ്ശി മോളെ ഇവിടെ നിർത്തിയത് എന്നൊക്കെ മുത്തശ്ശി രാധികയെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. എല്ലാം കേട്ടതിന് ശേഷം രാധിക സമ്മതം മൂളി അങ്ങനെ നിൽക്കുമ്പോൾ മുത്തശ്ശി രാധികയെ സമാധാനപ്പെടുത്തി റൂമിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം പ്രിയങ്ക വിഷമത്തോടെ തൻ്റെ മുത്തശ്ശിയായ സുകുമാരിയെ വിളിച്ച് വിവരങ്ങൾ അറിയിച്ചു. അവിടെ എന്തെങ്കിലും പ്രശ്നം രാധിക ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചതും, ഉണ്ടാക്കിയോന്നോ, ഇവിടെ നിൽക്കുന്നത് തന്നെ എനിക്ക് പ്രശ്നമല്ലേ എന്ന് ദേഷ്യത്തോടെ പ്രിയങ്ക അറിയിച്ചു. ഞാൻ അവളെ ഏത് വിധനയും കൊണ്ടുവരണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ നിന്റെ അച്ഛൻ്റെ തീരുമാനം കണ്ടില്ലായിരുന്നു. അവൻ അമ്പിനും മില്ലിനും അടുക്കുന്നില്ല, അവനാകെ നിർബന്ധത്തിൽ തന്നെ നിൽക്കുകയായിരുന്നു. എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, എങ്ങനെയെങ്കിലും അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമോ എന്ന് ഞാനൊന്നുകൂടി ശ്രമിക്കാം എന്ന് മുത്തശ്ശി പ്രിയങ്കയ്ക്ക് വാക്ക് നൽകുന്നു. അതിനുശേഷം പിറ്റേന്ന് രാധിക തനിച്ച് വഴിയിലൂടെ നടന്നു വരുമ്പോൾ വരുൺ രാധികയെ പ്രതീക്ഷയോടെ കാത്തുനിന്നു. രാധിക വരുണിനെ കണ്ടിട്ടും കണ്ടില്ല എന്ന ഭാഗത്തിൽ നടന്നു പോകാൻ തുടങ്ങുമ്പോൾ വരുൺ രാധികയെ പിടിച്ചു നിർത്തി. എടോ, താൻ എങ്ങോട്ടാടോ എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു, ഞാൻ മ്യൂസിക് സ്കൂളിലേക്ക് പോവാം, എന്നാൽ താൻ എൻ്റെ കൂടെ വരൂ, ഞാൻ കാറിൽ കൊണ്ടുപോകാം, തന്നോട് എനിക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നറിയിച്ചു. അത് കേട്ടതും രാധിക പറഞ്ഞു, വേണ്ട, എനിക്കൊന്നും സംസാരിക്കാനില്ല. വരുണിന് എന്നോട് സംസാരിക്കാനുണ്ടെങ്കിലും എനിക്കൊന്നും പറയാനില്ല, നമുക്കിടയിൽ അങ്ങനെ പറയാനുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് രാധിക വരുണിനോട് അറിയിച്ചു. അത് കേട്ടതും വരുൺ പറഞ്ഞു, എടോ, ഞാൻ തന്നോട് പറഞ്ഞു എൻ്റെ കൂടെ വരാൻ, വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ച് രാധികയുടെ കയ്യിൽ കടന്ന് പിടിക്കുന്ന ബലമായി. ഇത് കണ്ടതും രാധിക പറഞ്ഞു, അതെ, മറ്റുള്ളവർ കാണും, എൻ്റെ കൈവിട് എന്ന് പറഞ്ഞതും വരുൺ പറഞ്ഞു, അതെ, മറ്റുള്ളവർ കാണുമെന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ കേൾക്ക്, എൻ്റെ കൂടെ വരണം, ഇല്ലെങ്കിൽ ആര് കണ്ടാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ കൈ പിടിക്കും, ചിലപ്പോൾ ഞാൻ പിടിച്ച് വലിച്ചുകൊണ്ട് പോയെന്നും ഇരിക്കും, ചിലപ്പോൾ ഞാൻ സംസാരിക്കും, ഇവിടുന്ന് മ്യൂസിക് സ്കൂൾ വരെ ഞാൻ സംസാരിച്ച പിന്നാലെ വരും, എന്താ അതിന് സമ്മതമാണോ എന്ന് ചോദിച്ചു. അവസാനം വരുൺ പ്ലീസ് എന്ന് പറയുമ്പോൾ, എന്നാൽ കയറി പെണ്ണെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് വരുൺ ബലമായി രാധികയെ പിടിച്ചുകൊണ്ട് നേരെ കാറിലേക്ക് കൊണ്ടുചെന്ന് കയറുന്നു. കാറിലേക്ക് കയറിയതും വരുൺ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രാധിക വരുണിനെ ഒന്ന് പരിഭവത്തോടെ നോക്കി. ഉടനെ വരുൺ രാധികയോട് പറഞ്ഞു, അതെ, ആ സീറ്റ് ബെൽറ്റ് ഇട് എന്ന് പറഞ്ഞതും രാധിക വരുണിനെ നോക്കി, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇട്ട് തരാം എന്ന് പറഞ്ഞ് വരുൺ രാധിക അരികിലേക്ക് പോകാൻ ചെല്ലുമ്പോൾ, അയ്യോ വേണ്ട 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 എന്ന് പറഞ്ഞ് രാധിക തന്നെ ആ സീറ്റ് ബെൽറ്റ് ശരിക്കും തൻ്റെ
സൈഡിലുള്ള സീറ്റ് ബെൽറ്റ് ഇടുന്നു. അതിനുശേഷം വരുണിനെ നോക്കാതെ നേരെ ആ ഡോറിനോട് ചേർന്ന് അങ്ങനെ ഒട്ടിച്ചേർന്ന് രാധിക അങ്ങനെ ഇരുന്നു. ഇത് കണ്ടതോടെ വരുൺ പറഞ്ഞു, അതെ, ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതേ എനിക്ക് സംസാരിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഈ കാറിൽ കയറുന്ന ആരെയും പിടിച്ച് തിന്നുന്ന ഒരു ജീവിയൊന്നുമല്ല. ആ ഡോറ് പൊളിച്ച് പുറത്തു പോകാതെ നേരെ ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാധിക റെഡിയായി നേരെ ഇരിക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ രാധികയോട് വരുൺ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാധിക മുഖം തീർത്ത് വരുണിന് മുഖം കൊടുക്കാതെ വലിയ ഗൗരവത്തിലായിരുന്നു. പിന്നീട് വരുൺ രാധികയുമായി മ്യൂസിക് സ്കൂളിലേക്ക് എത്തി. അവിടെ വന്നിറങ്ങിയതും രാധികയോട് സംസാരിക്കാൻ വരുൺ ശ്രമിച്ചിട്ടും രാധിക കേൾക്കാൻ നിൽക്കാതെ പോകാൻ തുടങ്ങുന്നു. ഇത് കണ്ടതും വരുൺ രാധികയെ പിടിച്ചു നിർത്തുന്നു. എടോ, അവിടെ നിൽക്കുക, ഞാൻ ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞതും ഇല്ല, ഞാൻ പോവാ എന്ന് പറഞ്ഞ് രാധിക പോകാൻ തുടങ്ങുമ്പോൾ രാധികയെ ബലമായി വരുൺ പിടിച്ചു നിർത്തി. അവിടെ സ്കൂളിന് മുന്നിൽ രാധികയെ ബലമായി പിടിച്ചു നിർത്തി വരുൺ സംസാരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് ശ്യാമ എത്തി. എന്താ പറ്റിയത് എന്ന് ചോദിച്ചതും, അതെ മേഡം, എനിക്ക് പറയാനുള്ളത് ഞാൻ മേഡത്തോട് പറയാം എന്ന് വരുൺ അറിയിച്ചു. അത് കേട്ടതും രാധിക പറഞ്ഞു, അയ്യോ വേണ്ട മേഡം, നമുക്ക് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് രാധിക ശ്യാമയെ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ ശ്യാമ പറഞ്ഞു, അല്ല, അയാൾക്ക് പറയാനുള്ളതെന്ന് വെച്ച് പറയട്ടെ, അത് കേൾക്കാമല്ലോ എന്ന് ശ്യാമ പറയുമ്പോൾ രാധിക ഒരു വിധത്തിൽ വരുണിൻ്റെ അരികിൽ നിന്ന് അവിടെ നിന്ന് രാധിക ഫിദ മേഡത്തെ പിടിച്ചു വലിച്ചുകൊണ്ട് മറ്റു പലതും പറഞ്ഞ് രാധിക വേഗം വിഷയം മാറ്റി അവിടെ നിന്ന് ഫിദ മേഡത്തെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോന്നു. വരുൺ രാധികയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നേരെ കാറിൽ കയറുന്നു.